നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് ചുവടുറപ്പിച്ച പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സുചിത്ര. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന സീരിയലിലെ പത്മിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സുചിത്ര കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ സുചിത്രയ്ക്കുണ്ട്. ബിഗ് ബോസ് 4ാം സീസണിൽ മത്സരാർത്ഥിയായും സുചിത്ര എത്തിയിരുന്നു. ആ സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട മത്സരാർത്ഥി കൂടിയാണ് സുചിത്ര നായർ. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സുചിത്ര. താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ബിഗ് ബോസിന് ശേഷം മോഹൻലാലിന്റെ വാലിബനിൽ അഭിനയിക്കാനുള്ള അവസരവും നടിക്ക് ലഭിച്ചു. സുചിത്രയുടെ ആദ്യ സിനിമ കൂടെയാണ് മലയക്കോട്ടെ വാലിബൻ. ഇപ്പോഴത്തെ സിനിമാ വിശേഷങ്ങൾക്കൊപ്പം ജീവിതത്തിലെ വിശേഷങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് സുചിത്ര. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സുചിത്ര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സിനിമാ ലൊക്കേഷനിൽ എന്നെ പരിചയമുള്ളതുപോലെ ലാലേട്ടൻ സംസാരിച്ചു. അതല്ലാതെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിലൂടെ വന്ന് 1-2 വാക്ക് സംസാരിച്ചിട്ട് പോയി എന്നല്ലാതെ ലാലേട്ടനുമായി കൂടുതൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കരുതിയിരിക്കുന്നത് ലാലേട്ടനാണ് എന്നെ വാലിബനിലേക്ക് വിളിച്ചതെന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ലിജോ സാറാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം ബിഗ് ബോസ് കാണുമായിരുന്നു. ടിനു പാപ്പച്ചനും ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ലിജോ സാർ ബിഗ് ബോസ് കണ്ടിരുന്നു. അതിനുശേഷം നമ്മുടെ കഥാപാത്രത്തിന് ഈ കുട്ടി എങ്ങനെ ഉണ്ടാവുമെന്ന് ടിനുചേട്ടൻ വിളിച്ചു ചോദിച്ചിരുന്നു. മാതങ്കി എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. ഞാൻ ആവേശത്തിന് ചേരുമെന്ന് തോന്നിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. ബിഗ് ബോസിൽ നിന്നുണ്ടായ വലിയ ഗുണങ്ങളിൽ ഒന്നാണിത്. അടുത്ത ബിഗ് ബോസ് വരാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്ന മത്സരാർത്ഥികളോട് എനിക്ക് പറയാനുള്ളതും ഇതാണ്. ലിജോ സാറൊക്കെ ഷോ കാണുന്നുണ്ട്. നിങ്ങളും അദ്ദേഹത്തിന്റെ കണ്ണിൽ പോയി പെടും. ഞങ്ങളുടെ സീസണിൽ നിന്നാണോ എന്ന് അറിയില്ല. ഒരാൾക്ക് കൂടി അവസരം വെച്ചിട്ടുണ്ടെന്നാണ് സാർ പറയുന്നത്. മുൻപ് സിനിമയിൽ നിന്നും അവസരം വന്നിരുന്നു. ഇങ്ങോട്ട് വിളിച്ചിട്ട് കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം സീരിയലിലൂടെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു പോയി. കുറച്ച് കാലം കഴിഞ്ഞാൽ ആ പേര് മാറും, എന്നിട്ട് നോക്കാമെന്നൊക്കെയാണ് അവർ കാരണമായി പറഞ്ഞത്. സീരിയലിൽ നിന്നും ഞാൻ പൂർണ്ണമായി പിന്മാറിയതല്ല, കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മാറി നിന്നത് ഗുണമാവുകയാണ് ചെയ്തത്. ആ ഗ്യാപ്പിലാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. ശേഷം സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടും എന്ന പരിപാടിയുടെ അവതാരകയായി. പിന്നീട് ഇപ്പോൾ വാലിബൻ പോലെയുള്ള സിനിമയിലും അഭിനയിക്കാൻ സാധിച്ചു. എല്ലാ മേഖലയിലും നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കൂടുതൽ സിനിമയിൽ നിൽക്കാനാണ് ആഗ്രഹം. വാലിബനിലെ മാതങ്കിയിലൂടെ സിനിമയിലേക്ക് കൂടുതൽ അവസരങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മംഗളം മനോരമ വാരികകളിലെ പെൺകുട്ടികളെ പോലെ ഉണ്ടെന്നാണ് എന്നെ കുറിച്ച് കൂടുതൽ വരുന്ന കമന്റുകളിലുള്ളത്. എന്നെ കളിയാക്കാൻ വേണ്ടി ഓരോരുത്തരും പറയുന്നതാണത്. സത്യത്തിൽ എന്റെ ഹൈറ്റും സൈസും വെച്ചിട്ട് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നയാളാണ്. അതുകൊണ്ടായിരിക്കാം അത്തരം കമന്റുകൾ വരുന്നതെന്നാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ സുചിത്ര പറയുന്നത്. ഇതുവരെ പുതിയ സിനിമയൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. വാലിബൻ ഇറങ്ങിയതിനു ശേഷം എനിക്ക് പറ്റുന്ന നല്ല കഥകൾ തിരഞ്ഞെടുത്ത് ചെയ്യാം എന്നാണ് കരുതുന്നത്. എന്നാലും മലയാളത്തിൽ കുറച്ച് നല്ല സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം, സുചിത്ര പറയുന്നു. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.